ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ അല്ലേ, ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണെന്ന്. അപ്പോൾ ഞാൻ നാട്ടിൽ പോയപ്പോൾ ഒരു വീഡിയോ എടുത്തു വെച്ചതായിരുന്നു. അപ്പോൾ അതാണ് ഇന്ന് ഇപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. നാട്ടിൽ പോകുമ്പോൾ ഇടയ്ക്കൊക്കെ വീഡിയോ എടുക്കും. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കിയത് പിന്നെ ഇതേപോലെ തന്നെ അന്നത്തെ ഒരു ദിവസം എങ്ങനെയായിരുന്നു എന്നാണ്. അപ്പോൾ ഞാനിതാ ഇവിടെ ചോറിനെല്ലാം വെള്ളം വെച്ചു. പിന്നെ നാട്ടിലെത്തുമ്പോൾ ഒരു ഇൻട്രസ്റ്റ്, ചിലപ്പോൾ ഒരു താല്പര്യം ഉണ്ടായിരിക്കും. അന്നത്തെ ദിവസം ഞാൻ അടുപ്പ് കത്തിക്കും കേട്ടോ. അതായത് വെള്ളമൊക്കെ നല്ല വേണമല്ലോ ഇപ്പോൾ കുടിക്കാനായിട്ട്. അപ്പോൾ പിന്നെ ഇതേപോലെ ആലുവടുപ്പല്ലേ, അപ്പോൾ നല്ല കത്തുന്ന വിറകുണ്ടെങ്കിൽ വെള്ളമൊക്കെ തിളപ്പിക്കാൻ നല്ല. അപ്പോൾ അങ്ങനെ ചോറിനെല്ലാം അരിയെല്ലാം ഇട്ട് ഇതാ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അപ്പോഴത്തേക്ക് ഇതാ മുരിങ്ങ ഒടിച്ചു കൊണ്ടുവന്ന് വെച്ചു. മുരിങ്ങയൊക്കെ മുറ്റത്ത് തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ രാവിലെ ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കി ഗ്രേവിയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇനി ഒരു ചക്കക്കുരും മുരിങ്ങയും കൂടി ഇട്ടൊരു കറി വെക്കാനാണ് ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. പിന്നെ ഉപ്പേരി, പയറും കൈപ്പക്കയും കൂടി ഉപ്പേരിയും വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ മീനൊക്കെ ഇരിക്കുന്നുണ്ട് കുറച്ച്. അപ്പോൾ അങ്ങനെ ഇതാ ചക്കക്കുരു എല്ലാം തൊലി കളഞ്ഞ് അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ. പിന്നെ കുക്കറിൽ 2-3-4 വിസിലങ്ങ് അടുപ്പിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ചക്കക്കുരു മുരിങ്ങയും ഞങ്ങളവിടെയൊക്കെ നല്ല കോമ്പിനേഷനായിട്ടാണ് കേട്ടോ. നല്ല ഇഷ്ടമാണ്. ചക്കക്കുരു പരിപ്പും വെക്കും, ചക്കക്കുരു മുരിങ്ങയും വെക്കും. അങ്ങനെ തേങ്ങയും ജീരകവും ഒക്കെ അരച്ച് നല്ല ടേസ്റ്റാണ്. ചെറിയ ഉള്ളി വറവിട്ടിട്ടാണ് അത് ഉണ്ടാക്കാറ്. അപ്പോൾ ഇതാ കുക്കറിൽ ചക്കക്കുരു എല്ലാം വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നാട്ടിലെത്തുമ്പോൾ നാടൻ വിഭവങ്ങൾ കഴിക്കാനൊരു കൊതിയാണ് കേട്ടോ. മുരിങ്ങ എന്ന് പറയുന്നത് വളരെ ഒരു ക്രേസാണ് എപ്പോഴും. മുരിങ്ങയ്ക്ക് എന്താ പറയുക, ചക്കക്കുരുവും കൂടിയും കൂടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ചോറെല്ലാം ഞാനിവിടെ വാർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കുടിക്കാനുള്ള വെള്ളം കുറച്ചങ്ങ് ഒന്നിച്ച് തിളപ്പിച്ച് വെച്ചാൽ 2 ദിവസത്തേക്കൊക്കെ പിന്നെ ഉണ്ടാവും. അപ്പോൾ പിന്നെ എന്നും നമുക്ക് അടുപ്പ് കത്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കത്തിക്കുമ്പോൾ ഞാനങ്ങ് ഒരു നല്ല വലിയൊരു കുടുക്കയിൽ അങ്ങ് തിളപ്പിക്കും കേട്ടോ ചുക്കുവെള്ളം. അപ്പോൾ വിറകൊക്കെ ഉണ്ടെങ്കിൽ, നല്ല വിറകുണ്ടെങ്കിൽ നല്ല സുഖമാണ് അടുപ്പ് കത്തിക്കാൻ. പക്ഷെ ചൂടാണ് സമ്മതിക്കാത്തത്. അപ്പോൾ നല്ലതാ വെയിൽ നല്ല പോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ചൂടായിരുന്നു കേട്ടോ ഇന്ന്. പിന്നെ കണ്ടില്ലേ, വെയിലെല്ലാം നല്ല ഉച്ചയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇതാ ഈ വീടുകളൊക്കെ അനിയൻ്റെയും ഏട്ടൻ്റെയും പിന്നെ തറവാടും ഒക്കെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഞാൻ മുൻപുള്ള വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടി വിയുടെ മുകളിലുള്ള ഈ വെയിലൊക്കെ മോള് വരച്ചതാട്ടോ. ഫ്രെയിം ചെയ്ത് അതൊക്കെ അവിടെ നിട്ടോ. പിന്നെ ഫ്രെയിം ചെയ്ത് വെച്ചതാണ്. പിന്നെ വീടൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരു ഹോം ടൂർ ഒരു വർഷം മുന്നത്തെ വീഡിയോയിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരൊക്കെ അത് പോയി ഒന്ന് കാണാം. ഒരു വർഷം മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ അങ്ങനെ ചക്കക്കുരു, മുരിങ്ങ, തേങ്ങയെല്ലാം അരച്ച് ചേർത്ത് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാതും ഒന്ന് വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതാ ചോറുണ്ണാൻ തുടങ്ങുകയാണ് കേട്ടോ. പിന്നെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി, ചക്കക്കുരു മുരിങ്ങയും കറി ഉണ്ടാക്കി, പിന്നെ അച്ചാറും പിന്നെ മീനും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉച്ചയാകുമ്പോഴത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞു. പിന്നെ രാവിലത്തെ എല്ലാം വിശദമായിട്ട് എടുക്കാൻ നിന്നാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാനെല്ലാം കുറച്ചെടുത്തതാണ്. പിന്നെ ഇനിയിപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മോള് പറഞ്ഞു പഴം പഴുത്തിരിക്കുന്നുണ്ടായിരുന്നു, നേന്ത്രപ്പഴം. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചധികം ഉണ്ടായപ്പോൾ ഇന്ന് പഴംപൊരി ഉണ്ടാക്കാം. മോൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് ഒരു 2-3 പഴം കൊണ്ട് എടുത്ത് പഴംപൊരി ഉണ്ടാക്കിട്ടോ. ചായക്ക് പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ അടിക്കലും തുടയ്ക്കലും അങ്ങനെയുള്ളതൊക്കെ ഉച്ചയുടെ മുന്നേ തന്നെ കഴിയും. പിന്നെ ഇത് ഞാൻ കുറച്ച് മൈദയാണ് എടുക്കേണ്ടത്, എങ്കിലും ഞാനിവിടെ ആട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആട്ടയിൽ ഞാൻ കുറച്ച് പഞ്ചസാര എടുത്ത് പിന്നെ ഒന്ന് വെള്ളമൊക്കെ ആക്കിയിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ ഇവിടെ ആട്ടയിൽ
പഞ്ചസാര ചേർത്ത് ഞാൻ മാവ് കുറച്ചൊരു ഇഡലി മാവിൻ്റെ പരുവത്തിലാക്കി എടുക്കുക. അത് നമുക്ക് ആർക്കും നിങ്ങൾക്ക് ആർക്കും അറിയാത്തതല്ലാന്ന് അറിയാം, എല്ലാവരും ഉണ്ടാക്കുന്നതാണ് പഴംപൊരി. അപ്പോൾ എന്താ പഴംപൊരി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ പുതിയ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും ഉടൻ തന്നെ വരാം. ടിൽ ദെൻ ബൈ.